നമസ്കാരം. മറുനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ യുദ്ധ സാഹചര്യമെല്ലാം നിന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. എങ്കിലും ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. അവിടെ സ്ഥിതിഗതികൾ ശാന്തമാണെന്ന് പറയുന്നെങ്കിൽ പോലും ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ബാക്കി നിൽക്കുകയാണ്. ഈ ഒരു വിഷയത്തിൽ എന്നോടൊപ്പം പ്രതികരിക്കാനുള്ളത് കേരള സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് മുൻ മേധാവിയും അതുപോലെ തന്നെ വിദേശകാര്യ വിദഗ്ധനുമായ പ്രൊഫസർ ജോസഫ് ആന്റണി. സ്വാഗതം. സാർ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും നമുക്ക് പലതരത്തിലുള്ള ഇതുണ്ട്. ഇപ്പൊ സമാധാന അന്തരീക്ഷം പശ്ചിമേഷ്യയിൽ ഉണ്ട് എന്ന് പറയുന്നെങ്കിൽ പോലും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിർത്തിയാണ് ഈ ഒരു വെടിനിർത്തലിലേക്ക് എത്തിപ്പെട്ടത്. അതായത് ഇതിന്റെ ഇന്നത്തെ വാർത്തയിൽ പ്രധാനമായിട്ടുള്ളത് പെന്റഗൺ പറഞ്ഞത് ഇതിനകത്ത് ഈ ഒരു ആണവ കേന്ദ്രങ്ങൾ തകർന്നിട്ടില്ല, പൂർണ്ണമായിട്ടും തകർത്തിട്ടില്ല എന്നൊരു ആരോപണം പെന്റഗന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. പക്ഷേ അതിനെ തള്ളി ആ റിപ്പോർട്ടിനെ തള്ളിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിക്കുന്നത്. എന്താണ് സാർ ഇതിന്റെ യാഥാർത്ഥ്യം എന്തായിരിക്കും? നമുക്കറിയാം, ജൂൺ 13 ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചത് 2 ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഒന്നാമത്തെ ലക്ഷ്യം ഇറാന്റെ ആണവ പദ്ധതി ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. 2, അവിടെ ഭരണമാറ്റം നടത്തുക എന്നുള്ളതായിരുന്നു. ആദ്യത്തെ ആക്രമണം നമുക്കറിയാം, ഇസ്രായേൽ വളരെ സാങ്കേതികമായും സായുധമായും വളരെ ശക്തമായ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഇൻ്റലിജൻസിൻ്റെ കൂടി സഹായത്തോടു കൂടി അതിശക്തമായ ആക്രമണമാണ് ഇറാനെതിരെ ആദ്യത്തെ ഘട്ടത്തിൽ അവരഴിച്ചുവിട്ടത്. ആ ആക്രമണത്തിൻ്റെ ഫലമായിട്ട് അവിടുത്തെ സേനയുടെ ഉന്നതരായ നിരവധി ഉദ്യോഗസ്ഥർ, ആണവ പദ്ധതിയുടെ ഏറ്റവും തലപ്പത്തുള്ള ശാസ്ത്രജ്ഞന്മാർ, ഇവരെ പലരെയും വധിച്ചു. അതോടൊപ്പം തന്നെ ആണവ കേന്ദ്രം കൂടി നദാൻസ്, ഇസ്ഫഹാൻ മുതലായ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തി. അങ്ങനെ ആ ആക്രമണം നടത്തി തുടർന്ന് ഇറാൻ തിരിച്ചടി ആരംഭിച്ചു. ആ ഘട്ടത്തിലാണ് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം അമേരിക്കൻ പ്രസിഡന്റ് അദ്ദേഹം അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന മുദ്രാവാക്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം യുദ്ധങ്ങളിൽ പങ്കെടുക്കില്ല എന്നുള്ളൊരു ചിന്തയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ഇസ്രായേലിനെ ഉപേക്ഷിക്കാൻ കഴിയുന്ന രാജ്യമല്ല അമേരിക്ക. അമേരിക്കയുടെ എല്ലാ ശാസ്ത്ര, സാങ്കേതിക, രാഷ്ട്രീയ, സാമ്പത്തിക, സായുധ പിന്തുണ ലഭിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ എന്ന് മാത്രമല്ല, ഈ ആക്രമണം ആരംഭിച്ചതിന് ശേഷമുള്ള ഓരോ ഘട്ടങ്ങളിലും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇത് ഇസ്രായേലിന് വേണ്ടി മാത്രം നടത്തുന്ന യുദ്ധമല്ല, അമേരിക്കയ്ക്ക് വേണ്ടി കൂടി നടത്തുന്ന യുദ്ധമാണ് എന്ന് പറയുകയും അമേരിക്കയുടെ സഹായം ഇതിനാവശ്യമുണ്ട് എന്ന് അഭ്യർത്ഥിക്കുകയും പലതവണ ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അമേരിക്കയുടെ ഇടപെടൽ നമ്മൾ ഉണ്ടായേക്കാം എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു 2 ആഴ്ച കൂടി സമയം തരികയാണ് സമാധാനത്തിന് വേണ്ടിയിട്ട്, അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമുക്കറിയാം പിന്നെ ബങ്കർ ബസ്റ്റിക് ബോംബുകൾ B-2 വിമാനങ്ങൾ വരികയും നദാൻസ്, ഇസ്ഫഹാനും ഫോർദോയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റായിരുന്നു, അവിടെ ആക്രമണം നടത്തുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കുന്നത് ഈ 14 ബോംബുകൾ, 30,000 പൗണ്ട് ശേഷിയുള്ള 14 ബോംബുകൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പ്രിസിഷൻ ആക്രമണം നടത്തി എന്നാണ് വിവരം. അതിനകത്ത് തെറ്റൊട്ടില്ലതാണ്. ആക്രമണം നടത്തി. പക്ഷേ അവരുദ്ദേശിച്ച കണക്കുള്ള പ്രയോജനം ആ ആക്രമണത്തിന് ഉണ്ടായോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ സംശയം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സംശയം ഉയർന്നു വരാനുള്ള കാരണം, ഒന്ന് പെന്റഗണിൻ്റെ ഈ ഒരു സംശയകരമായ ഇത് നടന്നിട്ടുണ്ടോ, പൂർണ്ണമായും നശിച്ചിട്ടുണ്ടോ എന്ന ഒരു സംശയമാണ് ഒന്ന്. അത് മാത്രമല്ല, ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് നാഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഈ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഇൻ്റലിജൻസ് വിഭാഗത്തെ കോട്ട് ചെയ്തുകൊണ്ട് വാഷിങ്ടൺ പോസ്റ്റിലും ന്യൂയോർക്ക് ടൈംസിലും ഒക്കെ വാർത്തകൾ വരികയുണ്ടായി. അതായത് ഈ ആക്രമണം പ്രിസൈസ് ആക്രമണമായിരുന്നു. പക്ഷേ ഈ ആക്രമണത്തിലൂടെ ഇറാൻ്റെ ആണവ പദ്ധതിയെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞിട്ടുള്ളത് പരമാവധി 6 മാസത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ വേണ്ടി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന വാർത്തകളാണ് വരുന്നത്. അത് CNN ഒക്കെ വളരെ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുകയുണ്ട്. അതുകൊണ്ടാണ് CNN-എതിരെയൊക്കെ MSBN CNN-എതിരെയൊക്കെ ട്രംപ് വളരെ ശക്തമായി പ്രതികരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇതാണ് ഒരു പുറത്തു വരുന്ന വസ്തുത എന്ന് മാത്രമല്ല, അതിന് അങ്ങനെ അത്തരമൊരു ചിന്ത വിശ്വസിക്കാനുള്ള ഒരു കാരണം, 2 കാരണങ്ങളുണ്ട്. ഒന്ന്, സ്വാഭാവികമായിട്ടും ഫോർദോ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ആക്രമണം നടത്തുമ്പോൾ ഈ ഇൻറിച്ച്ഡ് യുറേനിയം വളരെയധികം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അവിടെ നശിച്ചാൽ സ്വാഭാവികമായിട്ടും ആണവ വികിരണം ഉണ്ടാവണം. ആണവ വികിരണം ഉണ്ടായാൽ അത് ആളുകളുടെ മരണത്തിനോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അങ്ങനൊരു സംഭവം ഉണ്ടായതായി ഇപ്പോഴും ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പോലും പറഞ്ഞിട്ടില്ല.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് നശിച്ചിട്ടില്ലേ എന്നൊരു സംശയം വന്നു. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ളൊരു വിവരമാണ്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ആധികാരികമായ വിവരമല്ല, ഇറാന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു കേൾക്കുന്നതാണ്. ഇവിടെ ആക്രമണം അമേരിക്ക നടത്തുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങൾ ഈ എൻറിച്ച്ഡ് യുറേനിയം മാറ്റിയിരുന്നു എന്ന് പറയുന്നു. അത് എത്രമാത്രം വിശ്വസിക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയത്തില്ല. കാരണം ഈ ആണവ കേന്ദ്രങ്ങൾ, ലോകത്തൊട്ടാകെയുള്ള ആണവ കേന്ദ്രങ്ങളെയെല്ലാം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും രഹസ്യ ഏജൻസികൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാൽ ഇത് മാറ്റാൻ വേണമെങ്കിൽ, കാരണം എനിക്ക് ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നത് ഒരു 2-3 കാറുകൾക്കകത്ത് കൊണ്ടുപോകാൻ കഴിയുന്ന സാധനമേ ഉള്ളൂ 400 കിലോ യുറേനിയം എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ മാറ്റിയേക്കാം. അപ്പൊ എന്തായാലും ഇതിനകത്ത് വാസ്തവത്തിൽ ഒരു ആശങ്ക അല്ലെങ്കിൽ സംശയം, ഉറപ്പില്ലായ്മ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സെനാരിയോ ആയിരിക്കാം ഉണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ടാവണം ഈ നമ്മൾ ഉദ്ദേശിച്ച കണക്ക്, അതായത് നമുക്കറിയാം ഈ ട്രംപ് എപ്പോഴും ഒരു സൂപ്പർലേറ്റീവ് വാക്കുകളാണ് ഉപയോഗിക്കുക. ടോട്ടലി ആൻഡ് കംപ്ലീറ്റ്ലി ഓബ്ലിറ്ററേറ്റഡ് എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ തുടച്ചു നീക്കി, പൂർണ്ണമായും തുടച്ചു നീക്കി എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ പൂർണ്ണമായും തുടച്ചു നീക്കിയെന്ന് അമേരിക്കൻ ഭരണകൂടത്തിന്റെ വിവിധ ഏജൻസികൾക്ക് തന്നെ ഇപ്പോൾ ഉറപ്പില്ലാത്ത, എന്ന് മാത്രമല്ല ഈ ആക്രമണത്തിന് ശേഷം പീറ്റ് ഹെഗ്സെത്ത്, ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും ആർമിയുടെ ഏറ്റവും സമുന്നതനായ നേതാവായിട്ടുള്ള ഡാൻ കെയ്നും നടത്തിയ പത്രസമ്മേളനമുണ്ട്. ആ പത്രസമ്മേളനത്തിൽ പോലും അവർ അവകാശപ്പെട്ടില്ല പൂർണ്ണമായും ഞങ്ങൾ നശിപ്പിച്ചു, അതിന്റെ വിവരങ്ങൾ വരേണ്ടതുണ്ട് എന്നുള്ള തരത്തിലാണ് അവരും പറഞ്ഞത്. അപ്പൊ ഇതിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും പറഞ്ഞിട്ടുണ്ട് 10 ആണവ ബോംബുകൾ നിർമ്മിക്കാനുള്ളത് മാറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മുടെ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് നമുക്ക് എത്താൻ കഴിയുക എന്ന് തോന്നുന്നു. ഇവിടെ അമേരിക്ക എന്തുകൊണ്ട് ഈ ഒരു രീതിയിലേക്ക്, നേരത്തെ ഒരു മയപ്പെട്ട രീതിയിലേക്ക്, നേരത്തെ ഈ മണിക്കൂറുകൾക്ക് മുൻപാണ് ഖമേനി അടക്കം വധിക്കുമെന്നുള്ള പരസ്യ ഭീഷണി ട്രംപ് മുഴക്കുന്നത്. അതിന് പിന്നാലെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഖത്തറിലെ വ്യോമത്താവളങ്ങൾ, അമേരിക്കൻ വ്യോമത്താവളങ്ങൾ ആക്രമിക്കുന്നു. അതിന് ശക്തമായ തിരിച്ചടി അമേരിക്ക നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് ട്രംപ് ഒരു പ്ലേറ്റ് മാറ്റിയ രീതിയിൽ കുറച്ചുകൂടെ മയപ്പെട്ട് സംസാരിക്കുന്നു. അതാണ് ലോകത്തെ ഞെട്ടിച്ചത്. എന്തായിരിക്കും ഇങ്ങനെ ഒരു നേരത്തെ പറഞ്ഞ എന്തോ പറയുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന ഒരു ട്രംപിന്റെ മനസ്സാണ് ഇപ്പൊ നമ്മൾ ചോദിച്ചത്. അത് എന്തുകൊണ്ടായിരിക്കും എന്നൊരു സംശയം കൂടെ നിലനിൽക്കുന്നത്. അല്ല, അതിന് വ്യക്തമായ കാരണമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ട്രംപ് യുദ്ധത്തിന് അമേരിക്ക വാസ്തവത്തിൽ ലോകത്ത് ഒരു സ്ഥലത്തും യുദ്ധത്തിന് പോകാൻ കഴിയുന്ന സാമ്പത്തിക ശേഷിയിലല്ല നിൽക്കുന്നത്. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട്, ആഗോള ഈ കടം എന്ന് പറയുന്നത് ഭീമമായ കടം നിലനിൽക്കുന്ന രാജ്യമാണ്. അത് നന്നായിട്ട് അറിയാം ട്രംപിന് ഇപ്പം മാത്രമല്ല, അദ്ദേഹം 1980 മുതൽ പറയുന്നതാണ് ഇങ്ങനെ ഒന്നും അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന ചിന്താഗതിക്കാരനാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ആദ്യത്തെ തവണ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് പറ്റിയൊരു അപകടം, അദ്ദേഹം വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളെ അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാരായിട്ട് വെച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഐഡിയാസൊക്കെ അവരുടെ മുന്നിലേക്ക് വെച്ചപ്പോൾ അവർ പറഞ്ഞു ഇതൊന്നും നടപ്പുള്ള കാര്യങ്ങളല്ല, ഇതൊന്നും ശരിയായി നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ട്രംപിനെ അവരെല്ലാം അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തി. അതുകൊണ്ട് ട്രംപ് ഉദ്ദേശിച്ച കണക്ക് ട്രംപിന് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ആദ്യത്തെ ടേമിൽ. എന്നാൽ രണ്ടാമത്തെ ടേമിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹം നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പദ്ധതികൾ എങ്ങനെ നടപ്പിലാക്കാം, ആരൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടെങ്കിൽ നടപ്പിലാക്കാം എന്നുള്ള സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാരെല്ലാവരും, അത് വൈസ് പ്രസിഡന്റ് ആവട്ടെ, മാർക്കോ റൂബിയോ ആവട്ടെ, പീറ്റ് ഹെഗ്സെത്ത് ആവട്ടെ, അതുപോലെ തന്നെ ഈ സ്കോട്ട് ബസന്റ് ആവട്ടെ, ഇവരെല്ലാവരും ഇദ്ദേഹം പറയുന്നതിനനുസരിച്ച് നിൽക്കുന്നവരാണ്. അദ്ദേഹത്തിനെതിരായിട്ട് നിൽക്കില്ല. എങ്കിൽ മാത്രമല്ലേ പ്രസിഡന്റിന്റെ ആയിട്ടുള്ള അജണ്ട നടപ്പിലാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഇത് ഒരു കാര്യം. രണ്ടാമത്തത്, അദ്ദേഹം എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന്റെ കാര്യം അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ടാണ്. അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ഫോറെവർ വാർ, ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധങ്ങളിലേക്ക് അമേരിക്ക പോകില്ല, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം മാത്രം നോക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ അധികാരത്തിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇസ്രായേലിന്റെ സംഘർഷം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ മാഗാ മൂവ്മെന്റിനകത്ത്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന മൂവ്മെന്റിനകത്ത് റിപ്പബ്ലിക്കൻ പാർട്ടിക്കകത്ത് നിന്നും വളരെ ശക്തമായ സമ്മർദ്ദം ഈ ട്രംപിന്റെ ഈ നീക്കം, അതായത് നിങ്ങൾ ഒരു കാരണവശാലും ഈ യുദ്ധത്തിലേക്ക് തലവെച്ച് കൊടുക്കരുത്, കാരണം നമ്മൾ അത് പറഞ്ഞിട്ടല്ല അധികാരത്തിൽ വന്നത് എന്ന് പറയുകയും എന്ന് വേറൊരു സാഹചര്യം കൂടി ഉണ്ട്. കാരണം ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏർപ്പെടുത്തിയ ഈ ചുങ്കങ്ങൾ, താരിഫുകൾ അവിടെ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഈ ചുങ്കം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ലോകത്തിന്റെ രാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ എത്രത്തോളം നമ്മൾ ചുങ്കം ഏർപ്പെടുത്തുന്നു അത്രത്തോളം കൂടുതൽ പൈസ കൊടുത്ത് ആൾക്കാർ വാങ്ങേണ്ടി വരും. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നിലവിലുണ്ട് അവിടെ.
അപ്പൊ അതിന്റെ കൂടെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകാൻ കഴിയില്ല. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന ആളുകൾ, മാഗ മൂവ്മെന്റിനകത്ത് നിന്നുള്ള ആൾക്കാർ, ഞാൻ നേരെ വൈസ് പ്രസിഡന്റ് പോലും JD വാൻസ് ഇറാഖിൽ ഈ 2003 യുദ്ധത്തിൽ പങ്കെടുത്തയാളാണ് JD വാൻസ്. JD വാൻസ് പറഞ്ഞു ഈ യുദ്ധത്തിന് പോകരുത്, ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിന് പോകരുത് എന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ പൊതുവിലുള്ള അഭിപ്രായം വന്നപ്പോഴാണ് ഈ പറഞ്ഞ നിലപാടിലേക്ക് വന്നത്. എന്താണെങ്കിലും ഈ വളരെ ശക്തമായ സമ്മർദ്ദം ഈ ട്രംപിനെതിരായിട്ട് വന്നതുകൊണ്ടാണ് അദ്ദേഹം ഈ എന്താണ് നമുക്കൊരു ഹാംലെറ്റിയൻ ഡിലമ, പോണോ വേണ്ടയോ, പോലോ വേണ്ടയോ എന്നുള്ള, ഞാൻ വരും അല്ലെങ്കിൽ പിന്നെ ഖമേനെയി കീഴടങ്ങണം, സറണ്ടർ ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ യുദ്ധത്തിന്റെ പിന്നെ എന്താണ് ബോംബുകൾ നിങ്ങളുടെ മേൽ വർഷിക്കുമെന്നൊക്കെ അദ്ദേഹം സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കി. പക്ഷേ ഈ അവസാന നിമിഷം പോലും അദ്ദേഹം ഇപ്പം ഞാൻ ആക്രമിക്കും എന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ പറഞ്ഞു ഞാൻ 2 ആഴ്ച കൂടി തരികയാണ് എന്ന് പറഞ്ഞു. 2 ആഴ്ച കൂടി തരികയാണെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം ആക്രമണത്തിന് വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഇസ്രായേൽ ലോബി ആയിരിക്കണം. ഇസ്രായേൽ ലോബിയുടെ പിന്നെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ മിക്കവാറും ഒരു പ്രസിഡന്റിനും അമേരിക്കയിൽ ഭരിക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല അദ്ദേഹമാണ് ഇസ്രായേലിന്റെ ഏറ്റവും ശക്തനായ പിന്തുണക്കാരനും ഏറ്റവും ശക്തനായ സുഹൃത്തും എന്നുള്ളത് വസ്തുത തന്നെയാണ്. കാരണം ജെറൂസലേം ഇസ്രായേലിന്റെ തലസ്ഥാനമായി അംഗീകരിച്ചു. ടെലവീവിൽ നിന്ന് അമേരിക്കൻ എംബസി മാറ്റി. അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലിനാണ് കൂടുതൽ അധികാരം എന്ന് പറയുന്നു. ഇതൊക്കെ അങ്ങനെയൊക്കെയുള്ള ചിന്താഗതി ഉള്ള, കാരണം അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ മരുമകൻ ജാരഡ് കുഷ്ണർ യഹൂദൻ കൂടിയിട്ടാണ്. അപ്പൊ ഇവരുടെ എല്ലാം സമ്മർദ്ദം ഉണ്ടായിട്ടുള്ളത് കൊണ്ടാവണം അദ്ദേഹം ഈ പറഞ്ഞ തരത്തിൽ, അതായത് ഈ ആണവായുധം, ഇറാൻ ആണവായുധം വെക്കരുത് എന്ന് പറയുന്ന കാഴ്ചപ്പാടുകാരൻ തന്നെയാണ് ട്രംപും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു നെതന്യാഹു നിരന്തരമായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യവും ഇസ്രായേൽ ലോബിയുടെ ആവശ്യങ്ങളും മാനിച്ചുകൊണ്ടാണ് ഒരിക്കൽ ഒരു ആക്രമണം നടത്തിയിട്ട് ഈ പ്രശ്നത്തെ അവസാനിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്നാൽ നമുക്കറിയാം, ഇങ്ങനെ ഇറാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ പിന്നെ ഈ ആണവ കേന്ദ്രങ്ങളെ അമേരിക്ക ആക്രമിച്ചാൽ അമേരിക്കയുടെ 19 സൈനിക കേന്ദ്രങ്ങൾ പശ്ചിമേഷ്യയിലുണ്ട്, 40,000-ഓളം പേര് അവിടെ ഉണ്ട്, അത് ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞിരുന്നു. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്, ഈ ഇറാൻ എന്നൊക്കെ പറയുന്നത് ഈ വളരെ, അതായത് ശക്തമായ തിരിച്ചടി ഇസ്രായേലിനൊക്കെ നടത്തുന്ന ഘട്ടം നമ്മൾ കണ്ടു എങ്കിൽ പോലും ഈ പല ഫ്രണ്ട്സിൽ, അതായത് ഇസ്രായേലിനെതിരെ യുദ്ധം നടത്തുന്നതോടൊപ്പം തന്നെ അമേരിക്കക്കെതിരെ യുദ്ധം നടത്താനുള്ള ശേഷിയൊന്നും ഇറാൻ ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പിന്നെ ഈ അമേരിക്ക ഈ പറഞ്ഞ 3 ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയപ്പോൾ തിരിച്ചടിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ തിരിച്ചടിക്കാൻ കാരണം അവർ പറഞ്ഞു പോയ കാര്യമാണ്. അപ്പൊ എങ്ങനെ തിരിച്ചടിച്ച രീതി നമ്മൾ നോക്കൂ. തിരിച്ചടിക്കാൻ ഞങ്ങൾ പോകുന്നു എന്ന് ഖത്തറിനെ അറിയിക്കുന്നു, അമേരിക്ക ഭരണകൂടത്തെ അറിയിക്കുന്നു. ഇതെന്തിനാ അറിയിച്ചത്? ഈ ഖത്തർ എന്ന് പറയുന്നത് ഇറാന്റെ ആ പ്രദേശത്തെ ഏറ്റവും നല്ല സുഹൃത്താണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ഖത്തറിനെ അടിക്കാന്ന് പറഞ്ഞാൽ അമേരിക്കൻ കേന്ദ്രമാണെങ്കിലും ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിലേക്കാണ് അടിക്കുന്നത്. ഖത്തർ എന്ന രാജ്യം, കുവൈറ്റ്, ബഹ്റൈൻ എന്നൊക്കെല്ലാം പറയുന്നത്, ബഹ്റൈൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ഈ പേർഷ്യൻ ഗൾഫിൽ ഉള്ള ഈ നമ്മുടെ ശ്രീലങ്ക പോലുള്ള ഒരു ദ്വീപ് പോലെ ഉള്ളൊരു രാജ്യമാണ്. ആ ബഹ്റൈനിൽ 5ാം കപ്പൽപ്പടയുണ്ട് അമേരിക്കയുടെ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ, അതായത് ഈ പറഞ്ഞ 40,000 സൈനികരുള്ള ഈ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളുമുള്ള ആ പ്രദേശത്തേക്ക് നമുക്കറിയാമല്ലോ 19 മിസൈലുകളാണ് കൊടുത്തുവിട്ടത്. ഒരു മിസൈൽ പോലും അവിടെ ചെന്ന് വീണില്ല. കാരണം വെച്ചാൽ അത് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്രണ്ട്ലി വാറായിരുന്നു അവസാനം. എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ പിന്നെ പീറ്റ് ഹെക്സത്തും ഡാൻ കെയ്നും തമ്മിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ ആക്രമണം നടത്തിയതിനു ശേഷം പ്രൈവറ്റായിട്ടും പബ്ലിക്കായിട്ടും ഇസ്രായേലിന് ഞങ്ങൾ ചില മെസ്സേജുകൾ കൈമാറിയിട്ടുണ്ട്. ആ മെസ്സേജസ് എന്ന് പറയുന്നത് ഇത് പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് എസ്കലേറ്റ് ചെയ്യരുത് യുദ്ധം, ഇത് സമാധാനത്തിലേക്ക് വരണമെന്ന് പറയുന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് അദ്ദേഹവും പിന്നെ വിറ്റ്കോഫും ഇവരുമായിട്ടുള്ള ചർച്ചകളിൽ എല്ലാം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരടി ഞാൻ അടിച്ചിരിക്കുന്നു, ഇവർ ഒരു തിരിച്ചടി അടിച്ചിരിക്കുന്നു. നമുക്കറിയാം 2020 ഈ ഖാസിം സുലൈമാനി എന്ന് പറയുന്ന ആളിനെ ട്രംപ് തന്നെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ജനുവരി 3-ാം തീയതി കൊല്ലുന്നത്. അന്നും അത് കഴിഞ്ഞ ഒരു 5 ദിവസം കഴിഞ്ഞാണ് ഇറാൻ തിരിച്ചടിച്ചത്. ഇറാഖിലാണ് ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തിനെതിരായിട്ട് അമേരിക്ക തിരിച്ചടിക്കാൻ പോയില്ല. കാരണം ഒന്ന് തിരിച്ചടിക്കാനുള്ള ശേഷി ഇറാനില്ല എന്ന് മാത്രമല്ല, അത് തന്നെ ഒരു ഫ്രണ്ട്ലി മാച്ചാ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സംഭവമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒന്നെന്ന് പറയുന്നത്, യുദ്ധത്തിലേക്ക് നിരന്തരം പോകാൻ താല്പര്യമുള്ള ആളല്ല ട്രംപ് നിലവിൽ. എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ തരത്തിൽ നിരന്തരമായ യുദ്ധത്തിലേക്ക് പോകാനും താല്പര്യമില്ല. എന്നാൽ അമേരിക്ക, ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ, ഇസ്രായേൽ ലോബിയുടെ താല്പര്യങ്ങൾ, ഇവരുടെ എല്ലാം സംരക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു ആക്രമണം നടത്തിയത്. ആ ആക്രമണം വാസ്തവത്തിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഈ ഇസ്രായേൽ എന്താണോ ആഗ്രഹിച്ചിരുന്നത് അത് നടക്കുന്ന തരത്തിൽ ആയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മുടെ ലോകകപ്പ് വിലയിരുത്തുന്നത്. അതാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. അതായത് അവര് വർഷങ്ങളുടെ കാത്തിരിപ്പ്, അല്ലെങ്കിൽ വർഷങ്ങളോടുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ നടപ്പാക്കിയെന്ന് പറയപ്പെടുന്നത്. മാത്രമല്ല, ഇതിനകത്ത് കൃത്യമായ സൊല്യൂഷൻ കിട്ടിയില്ല. ഇറാന് കുറച്ചുകൂടി സമയം കിട്ടുന്നു, അതായത് ഇറാന് കരുത്തറിയിക്കാനുള്ള സമയം കൂടെ കിട്ടിയിരിക്കുന്നു. പ്രതികാരം ഒട്ടും ഇസ്രായേലിന് അത് തീർന്നിട്ടുമില്ല.
അപ്പോൾ വാട്ട് നെക്സ്റ്റ് എന്നൊരു ചോദ്യമുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച്. മാത്രമല്ല നെതന്യാഹുവിനെതിരെ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നം തിരിച്ചും വരുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു കാര്യം, ഗാസയിൽ അറ്റാക്ക് ചെയ്തപ്പോൾ പോലും അമേരിക്ക പറഞ്ഞ വാക്കുകൾ ചെവികൊള്ളാത്ത ഇസ്രായേലിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിലേക്ക് വന്നപ്പോൾ, അതായത് ഇറാനുമായിട്ട് ബന്ധം വന്നപ്പോഴത്തേക്കും, പ്രശ്നം വന്നപ്പോഴത്തേക്കും അമേരിക്ക ഇതിനകത്തൊരു പറഞ്ഞപ്പോഴത്തേക്കും ഒന്ന് നെതന്യാഹുവിന് അടങ്ങേണ്ടി വന്നു എന്നൊരു കാര്യം കൂടി ഒരു അന്തരീക്ഷത്തിൽ ചർച്ചകളിലായിട്ടുണ്ട്. അതെന്തായിരിക്കും അതിന്റെ കാരണം? അതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോ ഇസ്രായേൽ ഗാസയിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ അവരുടെ ഒന്നാമത്തെ ലക്ഷ്യം ഗാസയാണ്. കാരണം വെച്ചാൽ അവർക്കൊരു പദ്ധതിയുണ്ട്, ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പദ്ധതി ഇസ്രായേലിൻ്റെതായിട്ട്. ആ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന പദ്ധതിയുടെ അവരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഗാസം പൂർണ്ണമായും പിടിച്ചെടുക്കുക, യോർദാൻ്റെയും സിറിയയുടെയും പറ്റുമെങ്കിൽ ഈജിപ്തിൻ്റെയും ഒക്കെ പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു വിശാലമായ ഇസ്രായേൽ സ്ഥാപിക്കുക എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ അജണ്ട ഇസ്രായേലിനുണ്ട്. അപ്പോൾ അത് ഒന്ന് അത് നടന്നുകൊണ്ടിരിക്കുന്നു. രണ്ട്, ഈ ഇസ്രായേൽ നമുക്കറിയാമല്ലോ, ഗാസയ്ക്കെതിരെ നെതന്യാഹു യുദ്ധത്തിന് പോയപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ പോലെ അന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കും. രണ്ട്, ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കും. വാസ്തവത്തിൽ ഇത് രണ്ടും സാധിച്ചിട്ടില്ല. അതായത് ഹമാസ് ദുർബലമായി എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ ഹമാസിൽ എത്രത്തോളം അവരുടെ പട്ടാളക്കാരും അല്ലെങ്കിൽ ആൾക്കാർ നഷ്ടപ്പെട്ടോ അത്രത്തോളം ആൾക്കാരെ അവർ വീണ്ടും റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. അതൊന്ന്. പക്ഷെ അവർ പമ്മി നിൽക്കുകയാണ് ഇപ്പോൾ, കാരണം അവർ കുറെ ദുർബലമായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ പൂർണ്ണമായും ബന്ദികളെ മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. 22 പേര് ഇനിയും ബന്ദികളായി അവശേഷിക്കുന്നുണ്ടെന്നാണ് കണക്ക്. അപ്പോൾ ഇതുകൊണ്ട് ഈ ബന്ദികളാക്കപ്പെട്ട് ഇപ്പോഴും ബന്ദികളായി കഴിയുന്ന ആളുകളുടെ ബന്ധുക്കൾ നിരന്തരമായി ഇസ്രായേലിൻ്റെ വിവിധ നഗരങ്ങളിൽ റാലികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബന്ദി മോചനത്തിന് വേണ്ടിയിട്ട്. ഈ യുദ്ധത്തിന്, അതായത് ഇറാനെതിരായിട്ട് ഈ ഇസ്രായേൽ യുദ്ധം കോപ്പുകൂട്ടുന്ന സന്ദർഭത്തിൽ ഈ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആൾ പറഞ്ഞു, നിങ്ങൾ ഈ വീണ്ടും ഒരു യുദ്ധത്തിന് പോവുകയല്ല വേണ്ടത്, നിങ്ങൾ ഈ ബന്ദികളെ മോചിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തൂ, അതിനുള്ള സമാധാന ശ്രമങ്ങൾ നടത്തൂ എന്നാണ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത്തരം വലിയ പ്രഷർ, അതായത് ഈ ഒരു തരത്തിൽ ഈ ബന്ദി വിഷയവുമായി ബന്ധപ്പെട്ട് ഈ നെതന്യാഹുവിൻ്റെ ഇമേജിന് ഒരു കോട്ടം തട്ടിയിട്ടുണ്ട്. എന്നാൽ ആ കോട്ടം ഒഴിവാക്കിക്കൊണ്ട് ഇറാൻ എന്ന് പറയുന്നത് ഇവരുടെ, അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം 1992 മുതൽ ഇറാന്റെ പാർലമെന്റിൽ ഇദ്ദേഹം പറഞ്ഞു തുടങ്ങിയതാണ്, ഇസ്രായേലിന്റെ പാർലമെന്റിൽ പറഞ്ഞു കൊടുക്കുകയാണ് ഇറാന്റെ കയ്യിൽ ബോംബ് ഉണ്ടാക്കാനുള്ള സംവിധാനമുണ്ട്, 3 വർഷത്തിനുള്ളിലോ 5 വർഷത്തിനുള്ളിലോ ബോംബ് ഉണ്ടാക്കും. 1995 അദ്ദേഹം എഴുതിയ ഫൈറ്റിംഗ് ടെററിസം എന്ന പുസ്തകത്തിൽ, നെതന്യാഹുവിന്റെ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു ഇവർ 3 വർഷത്തിനുള്ളിലോ 5 വർഷത്തിനുള്ളിലോ ബോംബ് ഉണ്ടാക്കും. പിന്നെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 2012 അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ വന്ന് പ്രസംഗിച്ചു. അദ്ദേഹം ഒരു കാർട്ടൂൺ പടം പോലെ വന്ന ഒരു ബോംബിന്റെ പടവുമായിട്ടാണ്. ആ ബോംബിന്റെ പടവുമായിട്ട് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ആ 90% ആയിട്ടുണ്ട്, അവർ ഒരു 2-3 വർഷത്തിനുള്ളിൽ ബോംബ് ഉണ്ടാക്കുന്നു. 2012 പറഞ്ഞു. 2014 2015 അമേരിക്കൻ പാർലമെന്റിൽ 2014 അമേരിക്കൻ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മുമ്പിൽ പോയിട്ട് പറഞ്ഞു, ഇത് ബോംബ് ഉണ്ടാക്കാനുള്ള എല്ലാം റെഡിയായിട്ട് ഒരു 6 മാസത്തിലുള്ള 1 വർഷത്തിലുള്ള ബോംബ് ഉണ്ടാക്കുന്നത്. 2015 അന്ന് ഒബാമയാണ് പ്രസിഡന്റ്. 2014-15 പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒബാമ ഈ സമയത്ത് ഈ ഇറാനുമായിട്ട് ഒരു ആണവ കരാർ ഉണ്ടാക്കുന്നതിനുള്ള ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചർച്ചയെ അട്ടിമറിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി നെതന്യാഹുവിന്റെ അമേരിക്കൻ സന്ദർശനത്തിനുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഒബാമയുടെ താല്പര്യത്തിന് വഴങ്ങാതെയാണ് അമേരിക്കൻ പ്രസിഡന്റ് തലയ്ക്ക് മുകളിലൂടെ അമേരിക്കൻ പാർലമെന്റിന്റെ ഈ സംയുക്ത സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇറാൻ എന്താ ബോംബ് ഉണ്ടാക്കാൻ പോകുന്നു, 1 വർഷത്തിനുള്ളിൽ ബോംബ് ഉണ്ടാക്കുന്നു. പക്ഷേ അന്ന് ഒബാമ അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല. എന്ന് മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായത്തോടെ 2015 ആണവ കരാർ ഉണ്ടാക്കി. റൈറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് 1992 മുതൽ നിരന്തരമായി അദ്ദേഹം പറയുന്ന ഒരു ആരോപണമാണിത്. ഈ സന്ദർഭങ്ങളിലൊന്നും നെതന്യാഹു ഇതിനുള്ള യാതൊരു തെളിവും കൊടുത്തിട്ടില്ല. നമുക്കിപ്പോഴും അറിയാവുന്ന ഒരു വസ്തുതയുണ്ട്. ആ വസ്തുത എന്ന് പറയുന്നത്, ഈ ഇറാന്റെ കയ്യിൽ ആണവ ബോംബ് ഉണ്ട് എന്ന് പറയാൻ പിന്നെ ആധികാരികമായിട്ടുള്ള ഒരു ഏജൻസി എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ്. അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇറാന്റെ കയ്യിൽ ആണവ ബോംബ് ഉണ്ട്. 2, അമേരിക്കയുടെ ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് നമ്മുടെ തുൾസി ഗബാർഡ് കഴിഞ്ഞ മാർച്ചിൽ പറഞ്ഞു, ഈ ഞങ്ങളുടെ പരിശോധനയിൽ ഇതുവരെ ഇറാന്റെ കയ്യിൽ ആണവ ബോംബ് ഇല്ല എന്ന്. മനസ്സിലായി? അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് പറയേണ്ട ഇന്റർനാഷണൽ ഏജൻസിയോ അതല്ലെങ്കിൽ അമേരിക്കയുടെ തന്നെ ഏറ്റവും പ്രധാന 18 ഇന്റലിജൻസ് ഏജൻസികളെ കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് തുൾസി ഗബാർഡ്. ആ തുൾസി ഗബാർഡാണ് പറഞ്ഞത്, ഈ ഞങ്ങളുടെ അറിവിൽ ഇറാന്റെ കയ്യിൽ ആണവ ബോംബില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആണവ ബോംബില്ല, എന്നാൽ ആണവ ബോംബ് ഉണ്ടാക്കാനുള്ള ശേഷിയിലേക്ക് ഇവർ വരുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനെ തടയുക എന്ന് പറയുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പിന്നെ ട്രംപിന്റെ ഈ നീക്കങ്ങളെല്ലാം നടത്തിയത്. അപ്പൊ ഇവിടെ ഈ നീക്കങ്ങൾ നടത്തിയെങ്കിലും ഈ നീക്കങ്ങൾ
പിന്നെ വിജയിച്ചോ ഇല്ലയോ എന്നുള്ള ഒരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അദ്ദേഹം രണ്ട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു. ഒന്ന്, ഇവരുടെ ആണവശേഷി ഇല്ലാതാക്കുക. രണ്ട്, ഈ പിന്നെ ഭരണകൂട മാറ്റം ഇപ്പൊ പറയുന്നില്ല. ഭരണകൂട മാറ്റത്തെക്കുറിച്ച് ഉള്ള ചർച്ചകൾ തന്നെ ഇല്ല. ഈ ആണവശേഷിയെക്കുറിച്ച് ഇപ്പൊ പറയുന്നത്, ഞാൻ ഈ ജോൺ മേർഷീമർ എന്നൊക്കെ പറയുന്ന ചിന്തകന്മാരുണ്ട്. അവർ പറയുന്നത് ഇപ്പോൾ പോലും ഇതെല്ലാം നശിപ്പിച്ച പോലും, അതായത് ഇൻഫ്രാസ്ട്രക്ചർ നശിപ്പിക്കുന്നു, എൻറിച്ച്ഡ് യുറേനിയം നശിപ്പിക്കുന്നു, എല്ലാം നശിപ്പിച്ചാലും ഈ എങ്ങനെ ഒരു ബോംബ് ഉണ്ടാക്കാം എന്നുള്ള നോളജ് ഈ സമൂഹത്തിലുണ്ട്, ഇറാനുണ്ട്. അത് അവരുടെ ആ ബോഡി പൊളിറ്റിക്കിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറയാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് ബോംബ് ഉണ്ടാക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഈ മലകളും കുന്നുകളും ഒക്കെ ഒരുപാടുള്ള ഇറാനിൽ അവിടെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ബോംബ് ഉണ്ടാക്കുന്നതിന് സാധ്യമാണ് ഇപ്പോഴും എന്നുള്ള വിലയിരുത്തലാണ് അന്തർദേശീയ സമൂഹത്തിന് ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് ഉള്ളത്. പക്ഷെ അതിനുവേണ്ടി ഒരുപാട് കാത്തിരിപ്പ്, അല്ലെങ്കിൽ നമുക്കറിയാം ടെക്നോളജി ഉണ്ടെങ്കിൽ പോലും അതിനെ പറ്റിയൊരു ഇടം, അതുപോലെ തന്നെ സമയം, ഇതെല്ലാം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഇല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അമേരിക്കയ്ക്ക് അടക്കം, അതായത് ഇവരുടെയൊക്കെ റഡാർ കട്ടുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ 16 ട്രക്കുകൾ അടുപ്പിച്ച് ഫോർദോലൊക്കെ വന്നെന്ന് പറയപ്പെടുന്നു. അങ്ങനെ അഭ്യൂഹങ്ങളാണ് ഇതൊക്കെ. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചടിയായിട്ടല്ലേ വരുന്നത്. കാലതാമസം വരുന്തോറും ഇത്തരത്തിലുള്ള ഇപ്പൊ മൊസാദ് അടക്കം അവരുടെ നിരീക്ഷണം കൃത്യമായിട്ട് ഇതിനകത്ത് ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഒരു തിരിച്ചടിയായിട്ട് മാറുകയില്ലേ ഇറാനെ സംബന്ധിച്ചിടത്തോളം? ഈ ശരത്തെ നമ്മൾ കാണേണ്ട കാര്യം, ഈ വാസ്തവത്തിൽ ഈ ആണവ ഇറാന്റെ ആണവായുധം ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാക്കിയത് വാസ്തവത്തിൽ നെഗറ്റീവായിട്ടുള്ള ഇഫക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വാസ്തവത്തിൽ ഈ ഇറാൻ ഒറ്റയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, എത്രയും വേഗം ആണവായുധം ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ അവർ പറയുന്നത്, നിങ്ങൾ നോർത്ത് കൊറിയ നോക്കൂ. വടക്കൻ കൊറിയയിലെ സമാധാന ചർച്ചയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ടാണ്. ആ രാജ്യത്തിന് എന്തുണ്ട്? ആ രാജ്യത്തിൻ്റെ കയ്യിൽ പട്ടിണിയുള്ള രാജ്യം. ആ പട്ടിണിയുള്ള രാജ്യം ഒരു ചെറിയ രാജ്യം. ആ ചെറിയ രാജ്യത്തിന് അന്തർദേശീയ സമൂഹത്തിൽ ഇത്രയും റെസ്പെക്ട് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ഒരു ആണവായുധം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആണവായുധം, അതായത് നമ്മുടെ കയ്യിൽ ആണവായുധം ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മളെ ആക്രമിച്ചത്. നമുക്കറിയാം, നമ്മളെ ആക്രമിച്ച, അവർ പറയണം, നമ്മളെ ആക്രമിച്ച ഇസ്രായേലിന്റെ കയ്യിൽ ആണവായുധം ഉണ്ട്. ആണവായുധമുള്ള രാജ്യം, അതും തന്നെ പരസ്യമായി പ്രഖ്യാപിക്കാത്ത രാജ്യം നമ്മളെ ആക്രമിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിനി ഇപ്പൊ പണ്ട് പാകിസ്ഥാന്റെ പിന്നെ പ്രസിഡന്റായിരുന്ന പ്രധാനമന്ത്രിയായിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോ ഇന്ത്യക്കാരോട് പറഞ്ഞു, ഞങ്ങൾ 1000 വർഷം പുല്ല് തിന്നാലും ഞങ്ങൾ ആണവ ബോംബ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ബോംബ് ഉണ്ടാക്കി. ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് ഈ നമ്മുടെ ലോകത്തിന്റെ, നമ്മുടെ അയൽപക്കങ്ങളിൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങളാണ് നമ്മളുടെ ഈ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസിലേക്ക് നയിക്കുന്നത്. ഇപ്പൊ നമ്മൾ 1992 ബോംബ് ഉണ്ടാക്കി, ആണവ ബോംബ് ഉണ്ടാക്കി, പരീക്ഷിച്ചു. ആണവ ബോംബ് ഉണ്ടാക്കി പരീക്ഷിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയി എന്ന ബിൽ ക്ലിന്റൺ ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. അദ്ദേഹത്തിന്റെ കത്തയച്ചു. അദ്ദേഹത്തിന്റെ കത്തിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ എന്തുകൊണ്ട് ബോംബ് ഉണ്ടാക്കി? ഞങ്ങൾ ബോംബ് ഉണ്ടാക്കിയത് ചൈനയുടെ കയ്യിൽ ആണവ ബോംബുണ്ട്. ഞങ്ങൾ ചൈനയും തമ്മിൽ 1962 യുദ്ധമുണ്ടായ രാജ്യമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സുരക്ഷയ്ക്ക് ബോംബ് വേണം എന്ന് ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ ബോംബ് ഉണ്ടാക്കി. പാകിസ്ഥാൻ എന്തുകൊണ്ട് ബോംബ് ഉണ്ടാക്കി? ഇന്ത്യ ബോംബ് ഉണ്ടാക്കി, ഞങ്ങൾ ബോംബ് ഉണ്ടാക്കി. മനസ്സിലായി? ഇതൊരു സൈക്ലിക്കൽ പ്രോസസ്സാണ്. അത് നമ്മുടെ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഒരു രാജ്യം നാഷണൽ പോളിസി തീരുമാനിക്കുന്നത്. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ആണവായുധം ഉണ്ടാക്കണമെങ്കിൽ ഇറാൻ ഏത് വിധേനയും ആണവായുധം ഉണ്ടാക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷെ ആണവ കരാറുകളിൽ വരുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടെ വരുന്നില്ല സാർ? അപ്പോൾ അതിനകത്തൊരു രസകരമായ കാര്യമുണ്ട്, അത് ഞാൻ പറയാം. അതായത് ഇപ്പൊ നടന്ന യുദ്ധം എന്താണ്? ആണവ കരാറിൽ ഒപ്പിടാത്ത ആണവ രാജ്യമായ ഇസ്രായേലും ആണവക്കരാറിൽ ഒപ്പിട്ടുകൊണ്ട് ആണവായുധത്തിലേക്ക് നീങ്ങുന്ന ഇറാനും തമ്മിൽ നടന്ന സംഘടന. മനസ്സിലായി? എന്താണ് ഈ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, എന്നാണ് ഇസ്രായേൽ ആണവ ബോംബ് ഉണ്ടാക്കിയത്? 1967 ആണവ ബോംബ് ഉണ്ടാക്കിയത്. അന്ന് ലോകത്തിന് അറിയത്തില്ല, അമേരിക്കയ്ക്ക് അറിയാതെ. അമേരിക്ക കണ്ടുപിടിച്ചു ഇസ്രായേൽ ആണവ ബോംബ് ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ അറിയാവുന്ന അമേരിക്ക ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് പശ്ചിമേഷ്യയിലെ മുഴുവൻ രാജ്യങ്ങളെയും കൊണ്ട് ഈ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടിച്ചു. എന്നാൽ ഇസ്രായേൽ ഒപ്പിട്ടോ? ഇസ്രായേൽ ഒപ്പിട്ടില്ല. മനസ്സിലെ? ആണവായുധം കൈവശം വെച്ചിരിക്കുന്ന രാജ്യമായിട്ടുള്ള ഇസ്രായേൽ അന്ന് തന്ത്രപൂർവ്വം ഒപ്പിടാതിരിക്കുകയും ബാക്കിയുള്ള രാജ്യങ്ങളെ കൊണ്ട് ഒപ്പിടിക്കുകയും ചെയ്തു. മനസ്സിലല്ലേ? അപ്പൊ അതിനകത്തൊരു ചതിയുണ്ട്. മനസ്സിലല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യമാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ഇതിനെ ഒപ്പിട്ടു ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട സ്ഥിതി വരുന്നു. ഒപ്പിടാതിരിക്കുന്ന ആൾ അത് കൈവശം വെക്കാൻ കഴിയുന്ന സ്ഥിതി വരുന്നു. നമ്മൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള പറയാം, നമ്മൾ ഒപ്പിട്ടിട്ടില്ല. ഇന്ത്യയും ഈ ആണവ നിർവ്യാപന കരാർ ഒപ്പിട്ടിട്ടില്ല. നമ്മൾ പറയുന്നത് ഇതൊരു ഡിസ്ക്രിമിനേറ്ററി ആണ് ഈ ട്രീറ്റി എന്ന് പറയുന്നതാണ് നമ്മുടെ പോളിസി. അപ്പൊ അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട്. കാരണം ഒരു രാജ്യം ആണവായുധം ഉണ്ടാക്കുന്നത് ആ രാജ്യത്തിന്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടതില്ല. നമ്മൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. അവരുണ്ടാക്കുന്ന ഒരു സാഹചര്യം, വേറൊരു സമ്മർദ്ദം ചെലുത്തുന്ന ഒരു കാര്യമുണ്ട്. 1987 ഇറാഖിലെ ആണവ പദ്ധതിക്കെതിരെ ഇസ്രായേൽ ആക്രമണം നടത്തി.
അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ട് ഇറാഖ് ആണവ പദ്ധതി ഉപേക്ഷിച്ചു. ആണവ പദ്ധതി ഉപേക്ഷിച്ച ഇറാഖിന്റെ ഭരണാധികാരിയായിട്ടുള്ള സദ്ദാം ഹുസൈൻ എന്താ സംഭവിച്ചത്? 2003 അദ്ദേഹത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പിടിച്ച് അധികാരത്തിന് പുറത്താക്കി തൂക്കിക്കൊണ്ടു. റൈറ്റ്. ലിബിയയിൽ ഗദ്ദാഫി, ലിബിയയ്ക്ക് ആണവ പദ്ധതി ഉണ്ടായിരുന്നു. 2003 അതിനെതിരെ ആക്രമണം നടത്തി ഇസ്രായേൽ. എന്നിട്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ട് അദ്ദേഹം പിന്നെ പദ്ധതി ഉപേക്ഷിച്ചു. 2011 ആരോ സ്പ്രിങ്ങിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ ആക്രമിച്ച് പുറത്താക്കി കൊന്നു. റൈറ്റ്. ഞാൻ പറഞ്ഞു വരുന്നത് അതായത് ഈ ഒരു ആണവ ആയുധമുണ്ട് എങ്കിൽ ഒരു രാജ്യത്തിന് ലഭിക്കുന്ന പരിരക്ഷ അതില്ലാത്ത രാജ്യത്തിന് കിട്ടാതിരിക്കുന്നു എന്ന ഒരു സന്ദേശം ഈ യുദ്ധം നൽകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു രാജ്യത്തിന് ഇപ്പൊ അവർ പറഞ്ഞല്ലോ ഞങ്ങളെ ഒരു പ്രതിസന്ധിയിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പാകിസ്ഥാൻ ആണവ ബോംബ് തരും എന്ന് പറയുന്ന ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ കൊടുക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഈ കൊടുക്കോ ഇല്ലെന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമാണ് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ നോർത്ത് കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ആണവ ബോംബ് ഉണ്ടാക്കുന്നതിനുള്ള ടെക്നോളജി. ക്യു ഖാൻ എന്ന് പറയുന്ന അബ്ദുൾ ഖാദർ എന്ന് പറയുന്ന ആളാണ് വാസ്തവത്തിൽ ഇത്തരം ബ്ലൂ പ്രിന്റുകളെല്ലാം അമേരിക്കയിൽ നിന്ന് ചോർത്തിയെടുത്ത് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചു. 2003 ഒരു കപ്പല് ഇറ്റലിയിൽ വെച്ചിട്ട് കപ്പൽ പിടിച്ചു. അമേരിക്കയും MI6 ഈ ബ്രിട്ടനും പിടിച്ചു നോക്കിയപ്പോൾ 5 കണ്ടെയ്നറുകളിൽ ഈ ആണവ സാമഗ്രികളാണ് ഉള്ളത്. അപ്പൊ അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ക്യു ഖാന്റെ ടീമാണ് അത് അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ ഉടനെ തന്നെ പാകിസ്ഥാനിൽ പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. കുറച്ചുനാൾ അദ്ദേഹത്തെ തടങ്കിൽ വെച്ച് വിട്ടു. പിന്നെ അതൊരു വിഷയമായില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അമേരിക്കയ്ക്ക് താല്പര്യമുള്ള രാഷ്ട്രമായതുകൊണ്ടും അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ആളായതുകൊണ്ടുമാണ് അതങ്ങനെ സംഭവിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള ഇല്ലിസിറ്റ് ട്രേഡ് യുറേനിയത്തിന്റെ മേഖലയിൽ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ബോംബ് ഉണ്ടാക്കണമെങ്കിൽ ബോംബ് ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ നമ്മള് ഇറാനിൽ വരുമ്പോഴും അങ്ങനെ ഭയമില്ല. അതായത് പാകിസ്ഥാൻ ഇതുപോലെ ആണവ രാജ്യം വരുമ്പോഴാണ് അതിനകത്ത് ബ്ലാക്ക് മാർക്കറ്റ് വഴിയുള്ള ടെക്നോളജികൾ പോയെന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇറാനിലേക്ക് അത് വരുമ്പോഴത്തേക്കും ഇനി കേസ് നേരത്തെ പറയുന്ന തെളിവുകളില്ല എന്നാൽ പോലും ഇറാൻ അങ്ങനെ ആവുകയാണെങ്കിൽ അത് ലോകത്തെ ബാധിക്കുന്ന തരത്തിലൊരു ചർച്ചകൾ കൂടി വരുന്നത്. ഇസ്രായേൽ വാദിക്കുന്നതും അതാണ്. ഇറാന്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതിന് തുല്യമാവുന്ന രീതിയിലൊക്കെ വാദിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം കൂടിയല്ലേ? അല്ല, നമ്മൾ ലോകത്തൊട്ടാകെ ആണവായുധം ഉണ്ടാകാൻ പാടില്ല എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആണവ നിർവ്യാപനം മുഴുവൻ ആണവായുധങ്ങൾ പൂർണ്ണമായും ലോകത്ത് ഇല്ലാതാക്കണം എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും പറയുന്നത്. നമ്മൾ അറിയേണ്ട കാര്യം, കഴിഞ്ഞ അങ്ങേ വർഷം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയത് ഹിബാകുഷകളുടെ ജപ്പാനിലെ ഓർഗനൈസേഷനാണ്. ഈ ആണവ ആക്രമണത്തിന് വിധേയമായ ആളുകളാണ്. അപ്പൊ അവർ നിരന്തരം ലോകത്തൊട്ടാകെ ക്യാമ്പയിൻ ചെയ്യാണ് ആണവ ബോംബുകളുടെയും പൊതുവിൽ ആണവ എനർജി ഉൾപ്പെടെയുള്ളവയെ എതിർക്കുന്നവരാണവർ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ, അതായത് ലോകത്തൊരിക്കൽ മാത്രമാണ് ആണവാക്രമണം നടത്തിയത്, അത് അമേരിക്കയാണ് ആക്രമണം നടത്തിയത്. വേറുള്ളവരാരും ആക്രമണം നടത്തിയിട്ടില്ല. ബാക്കിയുള്ളവരെല്ലാം ഒരു ഡിറ്ററൻസ് എന്നുള്ള നിലയ്ക്ക്, അതായത് നമ്മളിപ്പോൾ ചൈന നമ്മളെ ആക്രമിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ പാടില്ല, പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ പാടില്ല. ഈ തരത്തിലുള്ള ഡിറ്ററൻസ് ഇഫക്റ്റ് ആണ് ഇതിനുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ, അതായത് ഡിറ്ററൻസ് ആവശ്യം. ഇപ്പൊ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, പലരും അത് ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഈ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ യുക്രൈന്റെ കയ്യിൽ ഒരുപാട് ആണവ ബോംബുകൾ ഉണ്ടായിരുന്നു. റൈറ്റ്. ആ ആണവ ബോംബുകളെല്ലാം റഷ്യക്ക് തിരികെ കൊടുത്തു. റൈറ്റ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ ആണവ ബോംബുകളെല്ലാം യുക്രൈൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ റഷ്യ ഈ യുക്രൈനെ ആക്രമിക്കാൻ ധൈര്യപ്പെടുമായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് സ്ഥിതി. ഇപ്പൊ ഇതെന്ന് പറയുന്നത് ഇതൊരു ഡിറ്ററൻ്റാ. അത് വേറൊരു ശക്തമായ രാജ്യം നമ്മുടെ അടുത്തുണ്ട് എങ്കിൽ ആ രാജ്യത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു ദുർബലന്റെ ഉപാധിയാണ് ഇപ്പോൾ ആണവായുധം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതെന്ന് മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് ഇല്ലിസിറ്റ് ട്രേഡുകൾ, ഈ ബ്ലാക്ക് മാർക്കറ്റിങ്ങിലൂടെ ഈ സംഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് വരെ വരും എന്ന് മാത്രമല്ല, നമ്മൾ ഈ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ നമ്മൾ ഭയപ്പെടുന്നൊരു കാര്യമുണ്ട്. ഈ പാകിസ്ഥാൻ പട്ടാളാട്ടങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ ഭീകരന്മാർ പാകിസ്ഥാന്റെ ഭരണം പിടിച്ചെടുക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ബോംബുകളെല്ലാം അവിടെ കൈ ചെല്ലും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യം ഇവിടെ ഉണ്ട്, ഈ ലോകത്ത് ഒട്ടാകെ ഉണ്ട്. അവർക്ക് ഇത് വ്യാപകമായി കൊടുത്ത് കാശുണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ട്, അതായത് രാഷ്ട്രീയ ചിന്തകന്മാർ പറയും ഈ ഗെയിം തിയറി എന്ന് പറയുന്നൊരു തിയറി ഉണ്ട്. ഈ ഗെയിം തിയറിയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഗെയിം തിയറിയിൽ നമ്മൾ ആ ഗെയിമിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ അപ്പുറത്തുള്ള ആൾ നമ്മൾ ഒരു കളി കളിക്കുമ്പോൾ തിരിച്ചിങ്ങനെ ഇങ്ങോട്ട് എന്ത് കളി കളിക്കും എന്ന് ആലോചിച്ചിട്ടാണ് നമ്മൾ ആ കളിക്ക് ഇറങ്ങുക എന്ന് പറയും. ഈ അമേരിക്കൻ ഫോറിൻ പോളിസിയെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, അമേരിക്ക പലപ്പോഴും ഈ ഗെയിം തിയറിയുടെ സെക്കൻഡ് പാർട്ട് പരിഗണിക്കാറില്ല. നമ്മൾ അങ്ങോട്ടൊരു കളി കളിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ ഇറങ്ങും എന്നുള്ള ചിന്ത ഇല്ലാതാണ് പലപ്പോഴും നമ്മൾ അമേരിക്ക ഇറങ്ങുന്നതെന്ന് പറയാറുണ്ട്. അതായത് അഫ്ഗാനിസ്ഥാനിൽ ചെന്ന് വീഴുന്നു, അല്ലെങ്കിൽ ഇറാഖിൽ ചെന്ന് വീഴുന്നു, ഈ തിരിച്ചിറങ്ങാനുള്ള വഴിയില്ല, അറിയത്തില്ല.
അപ്പൊ ഈ തരത്തിലുള്ള രീതിയിൽ പിന്നെ ഈ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണം, നമുക്ക് ഈ അപ്പുറത്ത് നിൽക്കുന്നയാൾ എന്ത് കളിയാണ് കളിക്കുക എന്ന് കൂടി ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഈ രാജ്യങ്ങൾ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പല പദ്ധതികളും പല തീരുമാനങ്ങളും എടുക്കും. ആ തീരുമാനങ്ങളെല്ലാം ആ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഒരു കാര്യം, ഈ പറഞ്ഞ കണക്ക് ഈ ആക്രമണത്തിലൂടെ സൗദി അറേബ്യ ബോംബിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി, ജപ്പാൻ ചിന്തിക്കാൻ തുടങ്ങി, സൗത്ത് കൊറിയ ചിന്തിക്കാൻ തുടങ്ങി. ഈ രാജ്യങ്ങളെല്ലാം കാരണം വെച്ചാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ നിലപാട് മൂലമാണ്. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് ഞങ്ങൾ നിങ്ങളെ എല്ലാ കാലത്തും സംരക്ഷിക്കുന്നുള്ളതിന് ഉറപ്പില്ല, അഥവാ സംരക്ഷിക്കുന്നുണ്ട് അതിന്റെ ചെലവ് നിങ്ങൾ വഹിക്കണം എന്ന് പറയും. ഇപ്പൊ ഈ നാറ്റോയുടെ ഉന്നതതല സമ്മേളനം അവിടെ ഹേഗിൽ നടക്കുകയാണ്. ആ ഹേഗിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്ന് ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം അവരുടെ ഡിഫൻസ് ബജറ്റ് GDP-യുടെ 5% ഉയർത്തണമെന്നുള്ള നിർദ്ദേശം വെച്ചിരിക്കുന്നത്. എല്ലാവരും ഒന്നും അംഗീകരിക്കത്തില്ല എന്നുള്ളത് വേറെ കാര്യം, കാരണം അതിനുള്ള ശേഷി അവർക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഞാൻ പറഞ്ഞു വരുന്നത്, ലോകമൊട്ടാകെ ഇപ്പോൾ ഈ ഡിഫൻസ് ബജറ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാലത്ത് തീർച്ചയായിട്ടും സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ ഏത് മാർഗവും രാജ്യങ്ങൾ സ്വീകരിക്കും. സാറേ, നമുക്ക് അവസാനത്തെ ഒരു ചോദ്യത്തോടെ കൂടി നിർത്തുകയാണ്. അതായത് അമേരിക്കയിൽ ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അമേരിക്ക ഇന്നത്തെ, അതായത് ട്രംപിന്റെ ട്രംപിന് പല രീതിയിലുള്ള ഇടപെടൽ കാരണങ്ങളും ഒരുപക്ഷെ ചിലപ്പോൾ സ്വാർത്ഥ താല്പര്യങ്ങൾ കാണുമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ പറയപ്പെടുന്നത് നൊബേൽ സമ്മാനം കിട്ടാൻ വേണ്ടി പാകിസ്ഥാൻ അദ്ദേഹത്തിന് നോമിനേറ്റ് ചെയ്തെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു ആ ഒരു സാധ്യതയിലേക്ക് മാത്രം ചിന്തിച്ചുകൊണ്ട് ട്രംപ് ഇങ്ങനെ ഒരു സമാധാനവാദിയായിട്ട് കളിക്കുന്നതായിരിക്കുമോ? അങ്ങനെ ഒരു അഭ്യൂഹങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ നൊബേൽ സമ്മാനമായിട്ട് ചേർത്ത് വായിക്കപ്പെടുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒരുപാട് നാളായിട്ട് പിന്നെ ഇങ്ങനൊരു വാർത്ത, ഈ നൊബേൽ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ട്രംപ് എന്ന്. ട്രംപ് ഒരു മെഗലോമാനിയക്കാണ്. അതായത് എല്ലാം ഞാനാണ് ചെയ്യുന്നത്, എന്നിലൂടെ മാത്രമേ ഇതെല്ലാം നടക്കാൻ കഴിയൂ എന്ന് പറയുന്ന തരത്തിലുള്ള ചിന്തിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പൊ വാസ്തവത്തിൽ നമ്മളിപ്പോ ഈ നൊബേൽ സമ്മാനം പല ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഈ കുഴപ്പം ചെയ്ത ആളുകൾക്ക് വരെ നൊബേൽ സമ്മാനം കൊടുത്ത ചരിത്രമുണ്ട്. ഗാന്ധിജിക്ക്, മഹാത്മാഗാന്ധിക്ക് കിട്ടാത്ത കഥയും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ ഈ ഒരു ട്രംപ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം ഈ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ്, ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിന് ഈ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം കൊടുത്തുകൂടാ എങ്കിൽ ആ രാജ്യം അമേരിക്കൻ പ്രസിഡന്റിനായിരിക്കും കൊടുക്കുക. കാരണം മറ്റൊന്നുമല്ല, ലോകത്ത് ഇത്രയധികം രക്തപ്പുഴ ഒഴുക്കിയ ഒരു ഭരണകൂടം വേറെയില്ല ഇപ്പോഴും. അതായത് ഇപ്പൊ നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റായിരിക്കുന്ന ട്രംപ് പോലും യുദ്ധങ്ങൾ, ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ അദ്ദേഹം കുറെ യുദ്ധം ചെയ്തു, അവസാനം നിൽക്കാൻ കഴിയത്തില്ലെന്ന് കണ്ടപ്പോഴാണ് അത് അവിടെ നിന്ന് അദ്ദേഹം പിന്മാറാൻ തീരുമാനിച്ചത്. മനസ്സിലല്ലേ? ഏറ്റവും വലിയ ഈ B2 ബോംബ് ആദ്യം പ്രയോഗിച്ച അഫ്ഗാനിസ്ഥാനിലാണ്, ബങ്കർ ബസ്റ്റിംഗ് ബോംബുകൾ, മദർ ഓഫ് ബോംബ്സ് എന്നാണ് അത് അറിയപ്പെടുന്നത്. എന്ന് മാത്രമല്ല, നമുക്ക് ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ, ഇപ്പൊ നമുക്കറിയാം ഇസ്രായേൽ ഗാസ ആക്രമണം ഈ അമേരിക്ക ഈ ഇസ്രായേലിന് ഇത്രയും ശക്തമായിട്ട് എങ്ങനെ തുടരാൻ കഴിയുന്നത്? ഇസ്രായേലിന് ഇത്രയും ശക്തമായിട്ട് തുടരാൻ കഴിയുന്നത് അമേരിക്ക കൊടുക്കുന്ന സൈനിക ഉപകരണങ്ങൾ, ആയുധങ്ങൾ, സാമ്പത്തിക ഉപകരണങ്ങൾ, രാഷ്ട്രീയമായ പിന്തുണ. അതായത് വംശഹത്യയാണ് അവിടെ നടക്കുന്നതെന്ന് ഈ പറയാത്ത ഇന്റർനാഷണൽ ഏജൻസികൾ ഒന്നും തന്നെയില്ല. UNO പറയുന്നുണ്ട്, പിന്നെ ICC പിന്നെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ആംനസ്റ്റി ഇന്റർനാഷണൽ പറഞ്ഞിട്ടുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ സംഗതികളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്ന് മാത്രമല്ല, UNRWA എന്ന് പറയുന്ന ഏജൻസി ഉൾപ്പെടെ മനുഷ്യനിർമ്മിതമായ ഡ്രോട്ട് അവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാലോ, ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന, അതായത് ഭക്ഷണത്തിന് കാത്തു നിൽക്കുന്ന ആളുകളെ വരെ കൊല്ലുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഇതെല്ലാം, അതായത് നിങ്ങൾ യുദ്ധം നിർത്തൂ എന്ന് ട്രംപ് പറഞ്ഞ അതേ ശബ്ദത്തിൽ ഈ ഗാസ യുദ്ധം നിർത്തൂ എന്ന് പറഞ്ഞു. കാരണം 1200 പേരെ ഹമാസ് ഭീകരന്മാർ കൊന്നതിനാണല്ലോ തിരിച്ചടിച്ചത്. 57,000-ഓളം ആളുകൾ ഇവിടെ മരിച്ചു കഴിഞ്ഞു. ഇപ്പൊ ദിവസക്കണക്കിന് 50-100 പേര് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, അമേരിക്കയുടെ രാഷ്ട്രീയവും സാമ്പത്തികവും സൈനികവുമായ പിന്തുണ ഇല്ലെങ്കിൽ ഇസ്രായേൽ ഈ ഗാസ യുദ്ധം തുടരുമോ? തുടരത്തില്ല, തുടരാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഇങ്ങനെയുള്ള, അതായത് വംശഹത്യ എന്ന് പറയുന്ന ഒരു സംഭവം നടന്നിട്ട് അത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിനാണോ നമ്മൾ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൊടുക്കേണ്ടത്? സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൊടുക്കേണ്ടത് ലോക സമാധാനം പിന്നെ എന്താണ് എല്ലാ തരത്തിലും നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് കൊടുക്കേണ്ടത്. പക്ഷെ അദ്ദേഹം, നമുക്കറിയാം ഇതൊക്കെ രാഷ്ട്രീയ തീരുമാനമാണ്. നോർവേയാണ് നോർവേയിലെ സമാധാന കമ്മിറ്റിയാണ് കൊടുക്കേണ്ടത്. അവരുടെ അതിനകത്ത് ശുപാർശകൾ വരികയും അവർ തീരുമാനിക്കുകയും ചെയ്തു. ഇപ്പം നമുക്കറിയാം ഒബാമയ്ക്ക് കൊടുത്തു. ഒബാമ അധികാരത്തിൽ വന്ന് 1 വർഷം തികയുന്നതിന് മുമ്പാണ് നൊബേൽ സമ്മാനം കൊടുത്തത്. എന്ത് ചെയ്തിട്ടാണ് നൊബേൽ സമ്മാനം കൊടുത്തത്? ഒന്നും ചെയ്തിട്ടല്ല.
അദ്ദേഹത്തിന് വലുതായിട്ടൊന്നും ചെയ്യാനും പറ്റിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊക്കെ രാഷ്ട്രീയ തീരുമാനമാണ്. രാഷ്ട്രീയ തീരുമാനം ട്രംപിനെ സന്തോഷിപ്പിക്കണമെന്ന് നൊബേൽ സമ്മാന കമ്മിറ്റിക്ക് തോന്നിക്കഴിഞ്ഞാൽ നൊബേൽ സമ്മാനം കൊടുക്കാം, പ്രശ്നമില്ല. പക്ഷെ ആ നൊബേൽ സമ്മാനം കൊടുക്കുമ്പോൾ ആ നൊബേൽ സമ്മാനം അത് അർഹിക്കുന്നവർക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് കുറച്ച് പ്രയാസം ഉണ്ടാവും അങ്ങനെയുള്ള തീരുമാനം വരുമ്പോൾ. അത് പിന്നെ ബാക്കി നമുക്കൊന്നും പറയാൻ കഴിയുന്ന കാര്യമല്ല. എന്തായാലും വളരെയധികം നന്ദി സാർ താങ്കളുടെ വിലയേറിയ വാക്കുകൾക്ക്. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.